ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ സഭകളുടെ ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ അവകാശപ്പെടുന്നതായ വിലപ്പെട്ട ചില സത്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ചിന്താവിഷയമായിരുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂതിലും 14-ാമത്തെ വാക്യത്തിൽ ലവോദിക്യ സഭയ്ക്കുള്ളതായ ദൂതിലും കർത്താവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവ് സത്യവാനായ ക്രിസ്തുവാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചായിരുന്നു. വിശുദ്ധൻ എന്ന് പറയുന്നതിനോട് ചേർത്ത് വിശുദ്ധനും സത്യവാനും എന്ന് കർത്താവ് തന്നെ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കർത്താവിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ സഭകളുടെ ക്രിസ്തുവിൻ്റെ പ്രത്യേകതകളും സ്വഭാവ വൈശിഷ്ട്യങ്ങളും സഭാംഗങ്ങളിൽ പ്രതിഫലിപ്പിക്കപ്പെടണം എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിശുദ്ധൻ എന്നുള്ളതായ വാക്കിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓർത്തു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് തിരുവെഴുത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നാം കാണുന്നത്. അപ്പോൾ കർത്താവ് സത്യവാനാണ് എന്നിവിടെ സഭകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ സഭാംഗങ്ങളായ നമുക്ക് ആ പ്രയോഗം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നു. നമുക്ക് സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്കവിടെ ഓർക്കാനായിട്ട് സാധിക്കും. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് ഇതിനോട് ബന്ധപ്പെട്ട് നടത്തിയതായ ഒരു അവകാശവാദം വളരെ പ്രസിദ്ധമായ ഒന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന വാക്യമാണത്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് അവകാശപ്പെടുകയാണ്. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഏറെ പ്രസക്തമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമ്മൾ കഴിഞ്ഞ നാളിലൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമെങ്കിലും ഒരു വാചകത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് തൻ്റെ ആളത്വത്തിൻ്റെ പ്രത്യേകത വെളിപ്പെടുത്തുകയാണ്. നമ്മൾ കൂടെ ഓർക്കുന്നൊരു കാര്യമെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടുന്ന കാര്യമായിട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കാൻ വേറെ ഒരു വഴിയുമില്ല. കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തണം. ദൈവത്തെ ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് വരികിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സഭാംഗങ്ങൾ നമ്മുടെ കർത്താവ് സത്യവാനാണ് എന്നുള്ളതായ സത്യം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ യോഹന്നാൻ 14:6 ഒത്തിരി ആത്മീക സത്യങ്ങൾ ഉണ്ട്. അതിലൂടെയെല്ലാം നമ്മൾ വിശദമായി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ആ 3 കാര്യങ്ങളൊന്ന് എടുത്തു പറഞ്ഞ് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് അവകാശപ്പെടുകയാണ്, ഞാൻ തന്നെ വഴി. ഞാൻ തന്നെ വഴി. എങ്ങോട്ടുള്ള വഴിയാണ് എന്നുള്ളതിന് ഒരു സംശയത്തിനും ആവശ്യമില്ല. കാരണം
കർത്താവ് ആ വാക്യത്തിൽ തന്നെ എങ്ങോട്ടുള്ള വഴിയാണെന്നുള്ളത് പറയുന്നുണ്ട്. എങ്ങോട്ടുള്ള വഴിയാണ്? പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ തന്നെയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ വാക്യമാണ്. എങ്കിലും ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് ഓർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും. ഞാൻ ആ രണ്ടാമത്തെ വാക്ക് ഈ ആദ്യ വാക്കിനോട് ചേർത്ത് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൊതുവെ ആത്മീക ഗോളത്തിൽ ഉള്ള മതത്തിൻ്റെ മേഖലകളിലുള്ള ചിന്താഗതി എന്നുള്ളത് സ്വർഗത്തിലേക്ക് അനേക വഴികൾ ഉണ്ട്. അതിലൊരു വഴിയാണ് കർത്താവ്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ആർക്കും വലിയ ഇടർച്ച ഇല്ല. കാരണം അനേക വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ക്രിസ്തു എന്ന് പറയുന്നത് പൊതുവെ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെന്തല്ല, അത് സത്യമല്ല, അല്ലേ? അത് സത്യമല്ല. അത് വളരെ അസത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ആ അസത്യം പിശാചിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വഴിയിൽ പോകുന്നവരെല്ലാം തങ്ങൾ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. പ്രകൃതിയിൽ നിന്നൊക്കെ പല ഉദാഹരണങ്ങളൊക്കെ അതിന് എടുത്തു പറയും. കേട്ടാൽ വിശ്വാസ്യമായിട്ട് തോന്നും. പല നദികളും ഒഴുകുന്നുണ്ടെങ്കിലും ഈ നദികളെല്ലാം കൂടെ ചെന്ന് ചേരുന്നത് കടലിലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യത്തെ പ്രകൃതിയിൽ നിന്നും സാധൂകരിക്കാനായിട്ട് അനേകർ ശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഈ സത്യം എത്രയോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ തന്നെ വഴി എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈ 11 ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. ഈ 11 ശിഷ്യന്മാർ ഒരർത്ഥത്തിൽ ഭയവിഹുലരാണ്. അവരുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 14-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് വെളിപ്പെടുത്തിയെന്നറിയാമോ? ഇവരാണ് ഈ സത്യത്തിന് വേണ്ടി ഭാവിയിൽ നിൽക്കേണ്ടവരായ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റവും വിലപ്പെട്ട സത്യം കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിലും ഞാൻ ഈ സത്യം ചേർത്ത് ഓർപ്പിക്കുമ്പോൾ നമുക്ക് ഇതേ ഉത്തരവാദിത്വമാണുള്ളത്. ശിഷ്യന്മാർക്ക് ഏത് ഉത്തരവാദിത്വമാണോ ഉണ്ടായിരുന്നത്, അതേ ഉത്തരവാദിത്വമാണ് ദൈവം ഈ തലമുറയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വെള്ളം കലർത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ സത്യത്തെ ഏറ്റവും വിശ്വസ്തമായിട്ട് സാക്ഷ്യപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഞാൻ ഈ വാക്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർത്തു, പത്രോസ് അപ്പോസ്തലൻ ശിഷ്യന്മാരിൽ ഒന്നാമനെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗം നമുക്ക് തിരുവെഴുത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് താൻ വെളിപ്പെടുത്തുന്നുണ്ട്. റെഫറൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എന്ത് ധൈര്യമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ ശത്രുക്കളായ ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ അവകാശവാദം അതിൽ തന്നെ എത്രയോ മഹത്തരമായ സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാചകം കൂടി ചേർത്ത് പറയുകയാണ്. അനേക വഴികളുണ്ടെന്നതിനെ പറയുന്നതിനെ ലംഘിക്കാനും ഖണ്ഡിക്കാനും ഒക്കെയുള്ള
ന്യായങ്ങൾ അന്വേഷിച്ചുള്ള വലിയ പഠനത്തിലൊന്നും നമ്മൾ ഏർപ്പെടേണ്ടതായ ആവശ്യം ഇല്ല. ഇതാര് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്? കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ജോലി എന്താണ്? കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതുപോലെ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യത്തിൻ്റെ മഹത്വം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. യേശു ക്രിസ്തു ഏക വഴിയാണ്. അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരം എത്തും, ഞാൻ മുഖാന്തരം എത്തും. അപ്പോൾ ഏതു പാപിക്കും യേശു ക്രിസ്തു ആകുന്ന ഈ വഴിയിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഈ അവകാശവാദം ഒടുവിലത്തെ രാത്രിയിൽ പറഞ്ഞ ശേഷം ആദ്യം ഈ വഴിയിലൂടെ പോയ ആളാരായിരിക്കും? ക്രൂശിലെ കള്ളനാകാനാണ് സാധ്യത. കാരണം ക്രൂശിലെ കള്ളൻ ഈ വഴിയിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, പറുദീസയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ വഴിയിലൂടെ എത്തിച്ചേരാനായിട്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. കൃപയാൽ, വിശ്വാസത്താൽ ഏതു പാപിക്കും സ്വർഗത്തിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ആദ്യ സാക്ഷിയാണ് ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രയോഗത്തിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയതായ അനുഗ്രഹീതമായ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അവനാകെ 3 കാര്യം ചെയ്തുള്ളൂ. നമ്മൾ സാധാരണ ഓർക്കുന്നൊരു കാര്യമാണ്, അവനവൻ്റെ പാപത്തെ സമ്മതിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവൻ തിരിച്ചറിഞ്ഞു. ആ വിശ്വാസം അവൻ ഏറ്റുപറയുവാൻ ഇടയായിട്ട് തീർന്നു. ഇവനും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായ കാര്യം അവനവൻ്റെ കൂട്ടുകാരനോട് സാക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു കൊച്ചു പ്രാർത്ഥന, യേശുവെ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ആ പ്രാർത്ഥന ഫലിച്ചു. അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, അവനോട് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താവിഷയം സത്യം എന്നുള്ള വാക്കാണ്. അപ്പോൾ ആ ക്രൂശിൽ കിടന്ന മാനസാന്തരപ്പെട്ട കള്ളന് കർത്താവ് ഉറപ്പ് കൊടുക്കുമ്പോഴും അവൻ ആ കാര്യം സത്യമായിട്ട് പറയുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അത് അവന് പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇങ്ങനെ ഈ ക്രൂശ് മരണത്തിന് യോഗ്യനായി ജീവിച്ച കൊടും പാപിയായ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക്, പറുദീസയിലേക്ക് പോകാമെന്നോ, അത് അവന് പോലും അവിശ്വാസമായി, അവിശ്വസനീയമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു ദൂത് കൈമാറുകയാണ്. ഈ ഞാൻ സത്യവാനാണെന്ന് കർത്താവ് ആരോട് പറയുന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്? സഭയോട് പറയുകയാണ്. അപ്പോൾ സഭകൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സത്യം, നമ്മുടെ കർത്താവ് സത്യമാണ്, സ്വർഗത്തിലേക്കുള്ള ഏക വഴിയാണ്. സഭയുടെ പല ഉത്തരവാദിത്തങ്ങൾ സഭയ്ക്കുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ വലിയ സന്ദേശം ആ ദേശത്തിന് കൈമാറുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യവും ചെയ്തു. ഇത് ചെയ്യുന്നില്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. കാരണം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആർക്കും ചെയ്യാം. സഭയ്ക്ക് ചെയ്യാനുള്ള നിർബന്ധമുണ്ടോ? സഭയ്ക്ക് ചെയ്യാനുള്ള നിർബന്ധമില്ല. അത് ചെയ്യാൻ എന്തോരം ആളുകളുണ്ട്. അത് അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിടണ്ട. പക്ഷേ അതും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വിശ്വസ്തമായിട്ട് നിർവഹിക്കാം. അതും ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദൈവഭക്തിയുടെ വഴിയായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ നാം ഈ പറയുന്ന സുവിശേഷം പറയാനായിട്ട് നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ, സഭയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സത്യമായ വഴിയുടെ, ഏക വഴിയുടെ മഹത്വം ഈ തലമുറയുടെ മുമ്പിൽ
തുറന്ന് കാണിക്കുവാൻ, അവരെ അറിയിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഇത് അറിയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾ നിത്യനരകത്തിലേക്ക് പോയാൽ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് അത് ഇരിക്കും. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് സമൃദ്ധമായ ദൈവകൃപ നൽകട്ടെ. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ സത്യം. അത് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സത്യാന്വേഷികളായ അനേകർ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് അങ്ങനെ ഒരാളായിരുന്നു എന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സത്യാന്വേഷണ ജീവിതമായിരുന്നു എന്ന് പൊതുവെ വിചാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒടുവിൽ ഒരു സത്യത്തിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സത്യം ദൈവമാണെന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നത്. അത് ശരിയാണോ? നമുക്കൊരു സംശയമില്ലേ? അത് ശരിയല്ല. ദൈവത്തിൽ സത്യം ഉണ്ട്, പക്ഷേ സത്യം ദൈവമാണ് എന്നുള്ളത് വളരെ ഭാഗികമായിട്ടുള്ളതായൊരു കണ്ടെത്തലാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറയാം. ദൈവത്തിൽ സകല സൽഗുണങ്ങളും ഉണ്ട്. അതിലൊന്നാണ് എന്ത്? സത്യം. അപ്പോൾ ആ സൽഗുണങ്ങളെല്ലാം ദൈവത്തിൽ ഉണ്ട്. ഞാൻ പറയേണ്ട ഒരു വാക്യം നിങ്ങൾക്ക് പറയാമായിരിക്കാം. അതെ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ സത്യം എത്രയോ മനോഹരമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നാം കാണുമ്പോൾ നമ്മുടെ ദൈവം എല്ലാ സൽഗുണങ്ങളും അതിൻ്റെ പൂർണ്ണതയിലുള്ള ആളത്വമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യവാനാണെന്ന് കർത്താവ് ഈ ഫിലദൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതിലും ലൗദിക്കയിലെ സഭയ്ക്കുള്ള ദൂതിലും അവകാശപ്പെടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ ജനത്തിന് കൈമാറുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, അതാണ് നമ്മളിവിടെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണരായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇവിടെ നമുക്ക് ചേർത്ത് ഓർക്കാവുന്നതാണ്. ദൈവം വെളിച്ചമാകുന്നു. ഒരു അടുത്ത വാചകം ഓർക്കുന്നുണ്ടോ? അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ എത്ര മനോഹരമായിട്ടാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ആ വഴിയിലൂടെ ഒരു വിശദീകരണം പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ടൊരു വാക്യമുണ്ട്. ഒരു വാക്യം പറഞ്ഞാൽ മതി. വെളിച്ചത്തിൻ്റെ ഫലം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. നമുക്കെല്ലാം പരിചയമുള്ള വാക്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് കർത്താവ്. അപ്പോൾ ആ വെളിച്ചം കർത്താവിനെ പിൻപറ്റുന്നവരിൽ പ്രതിഫലിക്കപ്പെടും.
പ്രത്യക്ഷപ്പെടണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത്. യോഹന്നാൻ 8:12 ഇവിടെ നമുക്കൊന്ന് വായിച്ചു പോകാം. എല്ലാം ഞാൻ അങ്ങ് പറയണ്ട എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം ആണ് നമ്മുടെ ഈ വിശദീകരണത്തിന് പ്രധാനമായിട്ടും അടിസ്ഥാനമായിട്ടുള്ളത്. യോഹന്നാൻ 8:12 ഒന്ന് വായിച്ചാട്ടെ. അവരോട് സംസാരിച്ചു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. അപ്പോൾ അവിടെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ ഈ അവകാശവാദങ്ങൾ നാം കാണുന്നത്. അപ്പോൾ ഇത് കർത്താവ് നാം ആദ്യം ചിന്തിച്ചത് ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുമ്പോൾ കർത്താവ് നടത്തിയ അവകാശവാദമാണ്. എന്നാൽ അതിനു മുമ്പും കർത്താവ് തന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുള്ള അനേക വേദഭാഗങ്ങളുണ്ട്. അതിലേക്കെല്ലാം നമ്മളിപ്പോൾ പോകുന്നില്ല. ഇവിടെ കർത്താവ് അവകാശപ്പെടുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകൾ അതിൽ തന്നെ എത്രയോ മഹത്തരമാണ്. ഇത് നമ്മുടെ കർത്താവിന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിലൊരു മനുഷ്യന് ഇത് പറയാനായിട്ട് സാധിക്കുകയില്ല. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അപ്പോൾ ആ അവകാശവാദത്തിൽ തന്നെ നമ്മുടെ കർത്താവ് എത്രയോ നിസ്തുല്യനായിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ അവകാശവാദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ പരിചയമുണ്ടായിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട് ഈ മൂവാറ്റുപുഴയിൽ വന്ന് പറഞ്ഞ ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഓടിയെത്തും. കാരണം അദ്ദേഹം ആ പ്രസംഗത്തിൽ കർത്താവിൻ്റെ അവകാശവാദങ്ങളാണ് ഓരോന്നായി വായിച്ച് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ അവകാശവാദങ്ങളാണ് ആ മനുഷ്യനെ യേശുക്രിസ്തുവിങ്കലേക്ക് നയിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ ആ സന്ദേശം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഈ അവകാശവാദം പറയുന്ന ആളിന് എന്തോ കുഴപ്പം കാണും, ഒന്നുകിൽ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം ദൈവമായിരിക്കും. ആ രണ്ട് ചിന്തയിൽ രണ്ടാമത്തെ ചിന്തയിൽ ആ ദൈവദാസൻ കേന്ദ്രീകരിക്കപ്പെടുകയായിരുന്നു. ഒത്തിരി എതിർപ്പുകളെ സഹിച്ച് ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പിൽക്കാല ജീവിതം കർത്താവിന് വേണ്ടി നിർവഹിക്കുകയായിരുന്നു. അപ്പോൾ ഈ അവകാശവാദങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എത്രയോ ജീവിതങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് വളരെ ധൈര്യത്തോടെ അവകാശപ്പെടുകയാണ്. രണ്ടാമത്തെ വാചകമാണ് ഞാൻ വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നവരാണ് നാം. അപ്പോൾ അനുഗമിക്കുന്ന ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അവർ ഇരുളിൽ നടക്കാൻ പാടില്ല. ഇരുളിൽ നടക്കുന്നത് ഈ വെളിച്ചത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സത്യം ഗൗരവമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നമ്മൾ കർത്താവിനെ പിൻപറ്റുന്ന ആളുകളാണ്. നമ്മിൽ ഇരുട്ട് പാടില്ല. ദൈവത്തെക്കുറിച്ച് ആദ്യം നമ്മളൊരു വാക്യം ചിന്തിച്ചായിരുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പോൾ ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ പിൻപറ്റുന്ന ആളുകൾ ഇരുളിൽ നടക്കാൻ പാടില്ല, ഇരുളിൽ നടക്കാനായിട്ട് പാടില്ല. അത് വളരെ ജീവിതസ്പർശിയായിട്ടുള്ളതായൊരു വാക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനുള്ള
വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ യോഹന്നാൻ 8:12 പശ്ചാത്തലമുണ്ട്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു സംഭവമാണ് വിവരിക്കപ്പെടുന്നത്. അത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് യഹൂദന്മാർ നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് എന്തു പറയുന്നു? അപ്പോൾ അത് കർത്താവിന് കൊടുക്കാനും കൂടെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഇതിൽ കുടുങ്ങിയില്ല എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. അപ്പോൾ ആ സംഭവം നമുക്ക് വളരെ നന്നായിട്ടറിയാം. ഓരോരുത്തനായി പിരിഞ്ഞു പോകുവാൻ ഇടയായിട്ട് തീർന്നു. അതൊരു വലിയ സത്യത്തിൻ്റെ പ്രകാശനമാണ്. ഏത് സത്യത്തിൻ്റെയാണ്? പാപമില്ലാത്തവരാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ കർത്താവ് മാത്രമേ ആ ഗണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു മതത്തിനൊരു പാപിയെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒരു മതത്തിന് ഒരു പാപിയെ രക്ഷിക്കാൻ പറ്റുകയില്ല, പക്ഷെ ശിക്ഷിക്കാനായിട്ട് പറ്റും. മതത്തിന് അത്രേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കർത്താവ് അവൾക്ക് പാപമോചനം കൊടുത്ത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളെ ധൈര്യത്തോടെ പറഞ്ഞയക്കുകയാണ്. അവൾക്ക് കൊടുത്തൊരു പ്രബോധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. പോക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അവൾ പിൽക്കാല ജീവിതം വിശുദ്ധിയിൽ ജീവിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബൈബിളിന് പുറത്ത് അതിനുള്ളതായ ഒത്തിരി കാര്യങ്ങളുമൊക്കെ അതിനെക്കുറിച്ചൊക്കെ മലയാളത്തിൽ പോലും ഒരു കാവ്യം എഴുതപ്പെടുവാനും ഒക്കെ പ്രസിദ്ധമായ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് സംഭവം കഴിഞ്ഞ് അടുത്ത വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ഈ സ്ത്രീക്ക് അത് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അത് സാധിക്കും. അതുകൊണ്ട് ആ വലിയ സത്യം ഈ പശ്ചാത്തല വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ വാക്യം കർത്താവ് പറഞ്ഞതിൻ്റെ പശ്ചാത്തല പ്രാധാന്യം അതിൽ തന്നെ വളരെ മഹത്തരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമുക്ക് ഇരുളിൻ്റെ വഴികളെ വിട്ട് ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കാനായിട്ട് സാധിക്കണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഇരുട്ടിൻ്റെ പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഉണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ ആ വേദഭാഗം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലേ, റോമാലേഖനം 13-ാം അധ്യായത്തിൽ ആ വാക്യം, ഒടുവിലത്തെ വാക്യം 2 വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാമോ? പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം, വരിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ അവിടെ പറയുമ്പോൾ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ അവിടെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 6 കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് ചിന്തിക്കേണ്ടതായ ആവശ്യം ഇല്ല. പക്ഷേ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയുന്ന കാര്യമൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റാണ് കേട്ടോ. ഇതിനോട് ചേർക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷേ ആ ലിസ്റ്റ് ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇരുളിൽ നടക്കാതെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാടില്ലാത്തത്
എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കിട്ടുക. അല്ല, ആദ്യത്തെ എന്താണ് ആ ലിസ്റ്റിൽ? വെറുക്കൂത്ത്. വേറൊരു പരിഭാഷയിൽ കൂത്താട്ടം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ സ്വാധീനത ചെലുത്തിയിട്ടുള്ളതായ കലാരൂപങ്ങൾ എന്നൊക്കെ പറയുന്നതായ സിനിമ, നാടകം, ഇങ്ങനെയൊക്കെയുള്ള, ഇനി ബാക്കിയുള്ള പേരുകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെറുക്കൂത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിൽ വന്ന നാളുകളിൽ വളരെ കർശനമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള നല്ല നിർണയം സൂക്ഷിച്ചിരുന്നു. അന്ന് പിന്നെ സിനിമയൊക്കെ കാണണമെങ്കിൽ സിനിമാക്കോട്ടയിലൊക്കെ പോകണം, അല്ലാതെ വേറെ വഴിയില്ലാത്ത കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിന്നറിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കർത്തൃമേശി പങ്കുകൊള്ളാനായിട്ട് പല സഭകളിലും അനുവാദം ഉണ്ടായിരുന്നില്ല. അത്ര കൃത്യമായിട്ടാണ് അത് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണാവുന്ന സൂത്രം നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊരു നിയന്ത്രിക്കാൻ ഒരുക്കമുണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായി വളരെ ശക്തമായ നിർണയങ്ങൾ ഇന്നും സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. യെശയ്യാവ് 33:15 നിങ്ങളുടെ മനസ്സിൽ ഉണ്ടല്ലോ ഇല്ലേ? അതിൻ്റെ ഒടുവിലത്തെ 6 കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ച് കളയുകയും ചെയ്യുന്നവൻ. അത് കണ്ണടപ്പിക്കാൻ നിയമം കൊണ്ടൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് ഇത് നിയമത്താൽ സാധിക്കുന്നതല്ല. പക്ഷെ ദൈവഭയം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രായോഗികമാക്കി വിശുദ്ധിയോടെ ജീവിക്കാനുള്ളതായ സാധ്യത നമുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം ഒന്ന് പ്രായോഗികമായിട്ട് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇരുളിൽ നടക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. പിന്നെ അടുത്തത് മദ്യപാനം. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ശയനമോഹം, ദുഷ്കാമം, ഇതൊക്കെ ആദ്യത്തെ 11 വാക്യങ്ങളിലുള്ള പശ്ചാത്തലത്തോട് ബന്ധമുള്ളതായ പാപമാണ്. അപ്പോൾ അത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണെന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഈ പറയുന്ന വെറുക്കൂത്തുകളിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ചിത്രീകരണമാണ് മനുഷ്യരെ ആകർഷിക്കത്തക്കവണ്ണം പിശാച് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നിന്ന് വേർപാട് സൂക്ഷിക്കുന്നവർക്ക് ഈ മോഹങ്ങളിൽ പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഒടുവിലത്തെ 2 കാര്യങ്ങൾ നമ്മിൽ പലർക്കും പലപ്പോഴും ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ താലോലിച്ച് കൊണ്ട് നടക്കരുത്. ഒടുവിലത്തെ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പിണക്കവും അസൂയയും. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒന്നും പറയേണ്ട ആവശ്യം. എന്താ പിണക്കെന്നറിയാം, അസൂയ എന്താണെന്നും നമുക്ക് മനസ്സിലാകാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഞാനിന്ന് രാത്രി ഇങ്ങനെ മാത്രം പറഞ്ഞു പോകട്ടെ, ഇതൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്ക് നമ്മളിതിൻ്റെ എല്ലാ ഗൗരവത്തിനും ഉൾക്കൊള്ളാം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് സത്യവാനാണെന്ന് ഈ 2 സഭകളെ പരിചയപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ പ്രതിഫലനത്തിൽ സഭാംഗങ്ങൾക്ക് ജീവിക്കാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായ വലിയ സന്ദേശമാണ് ദൈവാത്മാവ് കൈമാറുന്നത്.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഈ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം പറയാം എന്ന് കരുതുകയാണ്. ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ആദ്യം നമ്മൾ പറഞ്ഞൊരു വാക്യം ഇവിടെ നമ്മൾ ചേർത്ത് ഓർക്കുകയാണ്. എഫേസ്യർ 5:10 വാക്യം. എന്താ വെളിച്ചത്തിൻ്റെ ഫലം? സകല സൽഗുണവും നീതിയും സത്യവും. അതാണ് വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ ഞാൻ അവിടെ വളരെ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത് വിശദീകരിച്ചാൽ എവിടം വരെ വേണമെങ്കിലും പോകാം, ഒത്തിരി വിശാലമായും വിശദീകരിക്കാം. അതിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരിൽ, കർത്താവിനെ അനുഗമിക്കുന്നവരിൽ, സഭാംഗങ്ങളിൽ സകല സൽഗുണവും വിളങ്ങണം. അതാണ് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ സൽഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏറ്റവും ചുരുക്കി പറയാനായിട്ട് ഞാനൊരു 3 സൽഗുണങ്ങളെ ഉൾപ്പെടുത്തി ഓരോ വാചകങ്ങൾ പറയാം. യോഗ്യത നോക്കാതെയുള്ള സ്നേഹം കർത്താവിനെ പിൻപറ്റുന്നവരിൽ, അനുഗമിക്കുന്നവരിൽ കാണണം. അത് നിങ്ങൾക്ക് ഒത്തിരി വിശാലമായി ചിന്തിക്കാവുന്നതാണ്. ലോകത്തിലെ സ്നേഹമെല്ലാം യോഗ്യത നോക്കിയുള്ളതായ സ്നേഹമാണ്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹമാകുന്ന സൽഗുണത്തിൻ്റെ പ്രത്യേകത ഒരു യോഗ്യതയും ഇല്ലാത്തവരെ സ്നേഹിച്ചു എന്നാണ്. തൽക്കാലത്തേക്കൊന്നും സ്നേഹിച്ചതല്ല, നിത്യസ്നേഹം കൊണ്ടാണ് യോഗ്യതയില്ലാത്തവരെ സ്നേഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മാളികമുറിയിലെ പ്രസംഗമൊക്കെ തുടങ്ങുന്ന അധ്യായത്തിൽ ആദ്യ വാക്യം പറയുന്നത് ലോകത്തിൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഇനി ബാക്കി സ്നേഹിക്കാൻ ബാക്കിയില്ലാത്ത നിലയിൽ മുഴുവൻ സ്നേഹവും പകർന്ന് കൊടുത്തു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്ന നമ്മിൽ ആ സ്നേഹം വിളങ്ങണം. അതുകൊണ്ടാണല്ലോ 13:34-35 കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ സൽഗുണങ്ങളുടെ സാക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൽ കാണുന്ന ദീർഘക്ഷമ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വട്ടം ഓർത്തിട്ടുണ്ട്. പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കർത്താവ് പാപം ക്ഷമിക്കും. ഈ പാപം ക്ഷമിക്കില്ല എന്ന് കർത്താവ് പറയില്ല. കാരണം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ ക്ഷമിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്, നീതിയാണ്. അതിനൊരിക്കലും ഭംഗം വരികയില്ല. ക്ഷമയുടെ മാതൃക നമ്മളെപ്പോഴും ഓർക്കാറുണ്ടല്ലോ. ഏറ്റു പറയാത്തവരോടും ക്ഷമിച്ചതാണ് മാതൃക, ക്രൂശിലെ മാതൃക. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിൽ ഇവരോട് ക്ഷമിക്കണമേ. അത് ക്ഷമിക്കുന്നവരുടെ സുരക്ഷിതത്വത്തിനുള്ള ഒരു വഴിയാണ് കേട്ടോ. കാരണം ഏത് കുറ്റവും ക്ഷമിക്കാം. ഏറ്റു പറഞ്ഞോ ക്ഷമ ചോദിച്ചോ ഒന്നും ഇല്ലെങ്കിലും ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിച്ചാൽ അതിൻ്റെ അനുഗ്രഹവും നന്മയും ക്ഷമിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. കാരണം അവർക്ക് ഹൃദയ സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. പക്ഷേ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ പാപം ചെയ്തവർക്ക് കിട്ടുമോ ക്ഷമ? അവിടെ കിട്ടില്ല. പക്ഷേ ഇവിടെ പ്രായോഗിക തലത്തിൽ അങ്ങനെ ക്ഷമിച്ച് നമുക്ക് ജയാളികളായിട്ട് ജീവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് ഇനി ക്ഷമ ചോദിച്ചാലേ ക്ഷമിക്കുകയുള്ളൂ, അതിന് ഇനി കുറച്ച് സഹോദരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണം, ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രമാണം ഇതിനകത്തില്ല. കാരണം ക്ഷമ ചോദിക്കാത്തവരോടും ഏകപക്ഷീയമായി ക്ഷമിക്കുന്നതാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ മനോഹരമായിട്ടുള്ളതായ മാതൃക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കുടുംബത്തിൽ നമുക്ക്
പ്രായോഗികമാക്കാം, സഭയിലും പ്രായോഗികമാക്കാം. കുടുംബത്തിലൊക്കെ അത് നിങ്ങൾക്ക് പ്രായോഗികമാക്കാനായിട്ട് സാധിച്ചാൽ എന്ത് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നറിയാമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കുടുംബവും സഭയും ഒക്കെ ആസ്വാദ്യമായി തീരുന്നത് നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളോടെ നാം ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, സൗമ്യതയുള്ള പെരുമാറ്റം വളരെ മനോഹരമായ സാക്ഷ്യം ആയിരിക്കും. ഭൂതലത്തിലേക്ക് ഏറ്റവും സൗമ്യതയുള്ള ആളാരാണ്? മോശയാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ ആ നല്ല വീട്ടിലൊരു വഴക്കിൻ്റെ ചരിത്രമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ സംഖ്യാപുസ്തകത്തിലൂടെ പോയപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിരുന്നു. അവിടെ മോശയുടെ സൗമ്യത എന്തോരു സൗരഭ്യമാണ് വിതറുവാൻ ഇടയായിട്ട് തീർന്നത്. സൗരഭ്യം തീർന്നോ? ഇല്ല. ഏത് തലമുറയും മോശ അന്ന് കാണിച്ച ആ സൗമ്യതയുടെ സൗരഭ്യം ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 4 മാസങ്ങൾ സംഖ്യാപുസ്തകത്തിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ആ സൗമ്യതയുടെ സൗരഭ്യം ആസ്വദിക്കാനായിട്ട് സഭയായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ പിൻപറ്റുന്നവർ എന്ന നിലയിൽ ഈ സൽഗുണങ്ങളോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. അടുത്ത വാക്കും കൂടെ ഞാനൊന്ന് പറഞ്ഞ് നിർത്താം. സകല സൽഗുണം. പിന്നെ എന്താ? നീതി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് നീതിയോടെ ജീവിക്കാം. വിശ്വാസത്താൽ ഒരാൾ നീതീകരിക്കപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ ഒത്തിരി വിശദമായിട്ട് ഓർത്തതാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ ഒരു പാപി യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ നീതീകരിക്കപ്പെടുകയാണ്. ഞാനതിൻ്റെ അർത്ഥം പറയാൻ സൗകര്യമുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ഒരു പാപി വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ നീതി സ്വർഗം ആ പാപിയിൽ കണക്കിടുകയാണ്. ചുരുക്കി പറയാവുന്ന അതാണ്. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം എൻ്റെ പേരിൽ കണക്കിട്ട നീതി യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. അപ്പോൾ അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണ് നാം. അപ്പം നമുക്ക് നീതിയോടെ ജീവിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകണോ? ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിടുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ കണക്കിടപ്പെട്ട ഞാൻ നീതികേട് ചെയ്യുന്നതാണ് അസ്വാഭാവികം, അല്ലേ? അങ്ങനെ കണക്കിടപ്പെട്ട് നീതീകരിക്കപ്പെട്ട ഞാൻ നീതികേട് ചെയ്യുന്നതാണ് അസ്വാഭാവികമായിട്ടുള്ള കാര്യം. ഞാൻ നീതിയോടെ ജീവിക്കുന്നു എന്നുള്ളത് കേവലം സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ വലിയ അതിശയമൊന്നും പറയാനായിട്ടില്ല. കാരണം നമുക്ക് ലഭിച്ച നീതീകരണം എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു വാക്യം പറഞ്ഞ് ഞാൻ തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കാം. പുനരുദ്ധാനത്തിൻ്റെ അധ്യായമെന്ന് നമ്മൾ വിളിക്കുന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഒരാഹ്വാനത്തോടു കൂടിയാണ് ആ വാക്യം തുടങ്ങുന്നത്. വായിക്കാതെ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. അപ്പോൾ അതൊരു ആഹ്വാനമാണ്. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ.
പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവമക്കളായ നാം എപ്പോഴും ഇത് ഓർക്കണം. ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ എൻ്റെ പേരിൽ കണക്കിട്ട നീതി യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. ഇത് മറന്നു പോകാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഒന്ന് പറഞ്ഞാട്ടെ. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നീതിയോടെ ജീവിക്കാനായിട്ട് എല്ലാ സാധ്യതയുമുള്ള ആളുകളാണ്. ഇവിടെ ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നല്ലോ. സകല സൽഗുണവും നീതിയും സത്യവും. ഈ രണ്ടാം ഭാഗത്തിന് ഈ ചില വാക്കുകൾ കൂടി പറയാനായിട്ടുണ്ട്. അതിനടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ പ്രത്യേകതയുടെ പ്രതിഫലനത്തിൽ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ചിന്തകൾ അതിന് പ്രചോദനമായിട്ട് തീരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.